എന്തായാലും ഇപ്പൊ ഒരു പ്രൊമോ ഏഷ്യാനെറ്റിന് വന്നിട്ടുണ്ട്. വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അനുമോളാണ് വിഷയം. പുള്ളിക്കാരത്തി നന്മമരം കളിക്കുന്നില്ലേ? എന്നുവെച്ചാൽ ഫുഡിന്റെ കാര്യത്തിൽ പല നിലപാടല്ലേ? ചിലരോട് ഒരു നിലപാട്, മറ്റു ചിലരോട് വേറെ നിലപാട്. അതുപോലെ തന്നെ രാവിലെ ഒരു നിലപാട്, ഉച്ചയ്ക്ക് ഒരു നിലപാട്, രാത്രിയിൽ ഒരു നിലപാട്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. കടലമാവ് കോമൺ ആയിട്ടുള്ള സാധനം അല്ല എന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, എന്ത് സാധനവും കോമൺ ആയിട്ടുള്ള സാധനമാണ്, അതങ്ങനെ എടുക്കാൻ പാടില്ല. അനുമോൾക്ക് ഇതൊരു അത്യാവശ്യമാണ്. ലാലേട്ടൻ ഇന്ന് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നുണ്ട്. അനുമോൾക്ക് ഇത് വേണം. കാരണം എന്ന് വെച്ചാൽ ആദിലെ നൂറ പോലും അനുമോൾക്ക് എതിരായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. നിവിൻ ഇവിടെ സംസാരിക്കുന്നു. നിവിൻ പറയുന്നുണ്ട് അനുമോള് നന്മമരം കളിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്. അനുമോൾ എപ്പോ നോക്കിയാലും ഫുഡിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് വിശക്കത്തില്ലേ? ഒരു ഫുഡല്ലേ? കൊടുക്കാതിരിക്കുന്ന എങ്ങനെ? കഷ്ടമല്ലേ? പാവമല്ലേ? ഇതൊക്കെയാണ് അനുമോളുടെ ഡയലോഗുകൾ. ഈ ഫുഡിന്റെ കാര്യത്തിൽ തന്നെ അന്ന് തന്നെ ഈ വിഷയം ഉണ്ടാക്കാൻ തന്നെ അക്ബറും നമ്മുടെ ആര്യനും വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അനുമോൾ എന്തിനു റെഡിയാവുന്നത്? ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് റെഡിയാവുന്നത്. അവസാനം അവരങ്ങ് കൈയൊഴിഞ്ഞ് അക്ബറും ആര്യനും തന്നെ നോമിനേഷൻ വരുന്ന സമയത്തും അനുമോളെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. ലാലേട്ടൻ ഇന്ന് ആ വിഷയം എടുത്താൽ കൊള്ളാം. കാരണം ഇതിന് കാരണക്കാരനായ നമ്മുടെ ആര്യനും അക്ബറും അവിടെ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മിക്കവാറും അവരെയും കുത്തിപ്പൊക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനുമോൾ ആദിലെ നൂറെ എല്ലാവരും നിന്ന് പറയുന്ന സമയത്ത് അനുമോൾ ആകെ അങ്ങ് പേടിച്ച് ഭയന്ന് നിപ്പ കരയുന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ അനുമോൾക്ക് ഇത് അത്യാവശ്യ കാര്യമാണ്. കൂടുതൽ നന്മമരം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങ് ഓവറായി പോകുന്നു. അതും ഫുഡിന്റെ കാര്യത്തിൽ. എന്നാ ഫുഡ് കൊടുത്തിട്ട് ശവിക്കാതിരിക്കും. എന്നിട്ട് ഈ കഷ്ടമല്ലേ, പാവമല്ലേ ഫുഡ് കൊടുക്കാൻ എന്നൊക്കെ പറയുന്ന ആള് തന്നെ അതേ നാവിൽ തന്നെ പറയും ഇത് എങ്ങനെ ഇറങ്ങും, എങ്ങനെ ഇറങ്ങും, എങ്ങനെ എന്ത് അങ്ങ് തിന്നട്ടെ തിന്നട്ടെ, തിന്നങ്ങ് വയറ് നിറയ്ക്കട്ടെ എന്നൊക്കെയുള്ള ഡയലോഗുകളും പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാള് ഇപ്പം നന്മമരം കളിച്ചിട്ട് ഫുഡല്ലേ, കഷ്ടമല്ലേ, കഴിക്കേണ്ടതല്ലേ, വിശന്നിട്ടല്ലേ എന്നുള്ള ഡയലോഗുകളൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ലാലേട്ടന് മുമ്പിൽ ഇതൊന്നും പറയത്തില്ല. ലാലേട്ടൻ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി പമ്മി പതുങ്ങി ഭയന്നങ്ങ് മാറും.